ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ കുറച്ചായിട്ട് ചെയ്തു വരുന്ന ഒരു സംഭവമാണ് ഈ ഡീപ്പ് വർക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് ഈ ഡീപ്പ് വർക്ക് എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ വർക്കിൽ അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ കറൻ്റ്ലി ഗോള് അല്ലെങ്കിൽ ഈ ഫോക്കസ് എന്ന് പറയുന്നത് യൂട്യൂബ് കണ്ടന്റ് ക്രിയേഷൻ ആണ്. ഇപ്പോൾ ഈ യൂട്യൂബ് കണ്ടന്റ് ക്രിയേഷനിൽ ഗ്രോത്ത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പല ടൈപ്പ് ഓഫ് വർക്കുകൾ ടാസ്കുകൾ എനിക്ക് ചെയ്യേണ്ടതുണ്ട്. ലൈക്ക് വീഡിയോ ഷൂട്ടിങ്, വീഡിയോ എഡിറ്റിങ്, സ്ക്രിപ്റ്റ് റൈറ്റിങ്, റീഡിങ് ബുക്സ്, ഫൈൻഡിങ് ന്യൂ ഐഡിയാസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ഈ ടാസ്കുകളിലൊക്കെ ഒരു 90% മെജോറിറ്റി ടാസ്കുകളും ഡീപ്പായിട്ട് ഇരുന്ന് ചെയ്യേണ്ട സംഭവങ്ങളാണ്. അതായത് ഇപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് എണീറ്റ് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുന്നതിൻ്റെ ഇടയിൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ നോക്കാൻ പറ്റില്ല, ഇനി അതല്ല ഈ ബുക്ക് വായിക്കുന്നതിൻ്റെ ഇടയിൽ ജങ്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഇങ്ങനെ ചെയ്താൽ എന്താവും, ഞാൻ ചെയ്യുന്ന വർക്കിൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ ഔട്ട്പുട്ട് അവിടെ കുറയും. സോ അവിടെ എനിക്ക് ഡീപ്പ് വർക്ക് ചെയ്യലെന്തായി അത്യാവശ്യമായി. പക്ഷേ പണ്ട് പറയണത് ഇങ്ങനെയല്ലായിരുന്നു. ഫസ്റ്റൊക്കെ ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഫുള്ള് ഷാലോ വർക്കായിരുന്നു. അതായത് കുറച്ച് നേരം ഫോൺ നോക്കും, കുറച്ച് നേരം വീഡിയോ ഷൂട്ട് ചെയ്യും, കുറച്ച് നേരം സ്ക്രിപ്റ്റ് ചെയ്തും, കുറച്ച് നേരം ജങ്ക് ഫുഡ് കഴിക്കും. എല്ലാ ഡിസ്ട്രാക്റ്റീവ് ആയിട്ടുള്ള ഹാബിറ്റ്സുകളും ഗുഡ് ആയിട്ടുള്ള ഹാബിറ്റ്സുകളും എൻ്റെ ടാസ്കുകളും ഒക്കെ കൊളാപ്സ് ആക്കിയാണ്ട് ഒരുമിച്ചായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ഇപ്പോഴാണ് ഞാൻ ട്രൂത്ത് മനസ്സിലാക്കി കഴിഞ്ഞത്. അതായത് ഇങ്ങനെ വർക്ക് ചെയ്താൽ ഞാൻ ഉദ്ദേശിച്ച ഒരു ഔട്ട്കംസിലേക്ക് ഞാൻ എത്തിപ്പെടില്ല, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ഒരു റിസൾട്ടിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റൂല എന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ഷാലോ വർക്ക് നിർത്തിയാണ്ട് ഡീപ്പ് വർക്ക് ചെയ്യലോർത്തിയത്. ഡീപ്പ് വർക്കിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് കാൽ ന്യൂപോർട്ടിന്റെ ഡീപ്പ് വർക്ക് എന്ന ബുക്കിൽ നിന്നാണ്. കാൽ ന്യൂപോർട്ട് തന്നെയാണ് ഈ ഡീപ്പ് വർക്ക് എന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊടുന്ന ആളും. സോ ഞാൻ നമുക്ക് പറയാം വാട്ട് ഈസ് ആക്ച്വലി ഡീപ്പ് വർക്ക്. ഡീപ്പ് വർക്ക് പറഞ്ഞാൽ എന്താണെന്ന്. ഡീപ്പ് വർക്ക് ഈസ് ദി എബിലിറ്റി ടു ഫോക്കസ് കംപ്ലീറ്റ്ലി ഓൺ എ ഹൈ കോഗ്നിറ്റീവ് ഡിമാൻഡ് ടാസ്ക് വിത്തൗട്ട് എനി ഡിസ്ട്രാക്ഷൻസ്. അതായത് ഇത്രേ ഉള്ളൂ, നമ്മൾ ഒരു ഡിസ്ട്രാക്ഷനിലോട്ടും വേറൊരു തോട്ടിലേക്കും ഒന്നും പോകാതെ ഒരു സംഭവത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഒരു സെർട്ടൈൻ പീരീഡിലേക്ക് വരെ ആ സംഭവത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിൽ വർക്ക് ചെയ്യണ ഒരു പ്രക്രിയയാണ് എന്ത് ഈ ഡീപ്പ് വർക്ക് പറയണത്. അതായത് ഇപ്പം നമ്മൾ പറയുമല്ലോ, നമ്മളും ആ വർക്ക് ഒരു ഒന്നായ പോലെ ഓൻ ആ വർക്കിൽ അങ്ങോട്ട് മൊഴിക്കിരുന്ന പോലെ അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നതിനാണ് എന്ത് ഈ ഡീപ്പ് വർക്കിന് മീൻ ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് ഡീപ്പ് വർക്ക് ചെയ്യാമെന്ന്. ഡീപ്പ് വർക്കിന്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് ഐഡന്റിഫൈ യുവർ ടാസ്ക്. നിങ്ങൾക്ക് എന്ത് ടാസ്ക് ആണോ ചെയ്യാനുള്ളത് അത് ആദ്യം മനസ്സിലാക്കുക, അല്ലെങ്കിൽ അത് ആദ്യം അനലൈസ് ചെയ്യാം. അതിപ്പോൾ ഓരോരുത്തരുടെ ടാസ്കും ഓരോരുത്തരുടെ ഗോൾസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേക്കാതെ നിൽക്കുക. ഇപ്പോൾ ലൈക്ക് ഷൂട്ടിങ്, വീഡിയോ ഷൂട്ടിങ്, റൈറ്റിങ്, റീഡിങ്, ഫൈൻഡിങ് ഐഡിയാസ്, ഇങ്ങനെ പല പല സംഭവങ്ങളുണ്ടാവും. ഓരോരുത്തരുടെ ഗോൾസിനെ ഓരോരുത്തരുടെ ഡയറക്ഷൻസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കും ഓരോരുത്തരുടെ ടാസ്കുകൾ എന്താണ്. ഇപ്പം എൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഡീപ്പ് വർക്കിൽ മെയിനായിട്ട് ചെയ്യൽ സ്ക്രിപ്റ്റ് റൈറ്റിങ്, വീഡിയോക്ക് വേണ്ടി സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ റീഡ് ചെയ്യും. കുറച്ചും കൂടി കൂടുതൽ റീഡ് ചെയ്ത് കഴിഞ്ഞാലാണ് കൂടുതൽ ഐഡിയാസ് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ, അതുപോലെ തന്നെ പഠിക്കാൻ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ മെയിനായിട്ട് ഡീപ്പ് വർക്ക് ചെയ്യൽ. അതായത് നമുക്കൊരു കുറച്ച് സമയത്തേക്ക് വരെ ഒരു സംഭവത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കാനൊരു ടൈമാണെന്ത് ഈ ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത്. അതിൽ തന്നെ നിങ്ങൾ ഫസ്റ്റത്തെ നിങ്ങൾ ടാസ്ക് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ എല്ലാ ടാസ്കും ഒരുമിച്ച് ഡീപ്പ് വർക്ക് ചെയ്യേണ്ടതല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ചെയ്തിരുന്ന ഷാലോ വർക്ക് എല്ലാ സംഭവങ്ങളും കൊളാപ്സ് ആയി ചെയ്യുന്ന സംഭവമാണ് ഈ ഷാലോ വർക്ക്. ഷാലോ വർക്ക് അല്ല ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ ഡീപ്പ് വർക്ക് ചെയ്യുമ്പോൾ ഒറ്റ ടാസ്ക് മാത്രം എടുക്കാം. ഇപ്പം റൈറ്റിംഗ് ആണ് അത് എടുക്കുക, റീഡിംഗ് ആണെങ്കിൽ അത് എടുക്കുക, അതുപോലെ തന്നെ ഐഡിയാസ് കണ്ടെത്താൻ അതിൽ ഇരിക്കുകയാണെങ്കിൽ അത് മാത്രം എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം. അതായത് ഒറ്റ ടാസ്ക് ആദ്യം എടുക്കുക, എന്നിട്ട് അത് ഒരു ടാസ്ക് മാത്രം എന്ത് ചെയ്യുക ചെയ്യാൻ തുടങ്ങുക. ഡീപ്പ് വർക്കിന്റെ രണ്ടാമത്തെ പ്രോസസ്സാണ് കട്ട് ആൾ ടൈപ്പ് ഓഫ് ഡിസ്ട്രാക്ഷൻസ്. നിങ്ങളെ വർക്കിനെ ട്രിഗർ ചെയ്യണേ, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ നല്ല ഡിസ്ട്രാക്ഷനിലോട്ട് നയിക്കണേ ഏതൊരു ടൈപ്പ് ഓഫ് ഡിസ്ട്രാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ജസ്റ്റ് നിങ്ങളെ വർക്ക് കഴിയുന്നവരെ അതിനെന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. ഡിസ്ട്രാക്ഷൻസ് മേ ബി നിങ്ങളുടെ ഫോണാവാം, നിങ്ങളെ ചുറ്റുപാടുള്ള ആൾക്കാരാവാം, നിങ്ങളെ എൻവയോൺമെന്റ് ആവാം, എനിത്തിങ്, നിങ്ങളെ ഹാബിറ്റ്സ് ആവാം, നിങ്ങളെ സ്വഭാവമാവാം. എന്തായാലും നിങ്ങൾ ചെയ്യുന്ന വർക്ക് നിങ്ങളെ താളം തെറ്റിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കട്ട് ദം ഫോർ അണ്ടിൽ യുവർ നമ്മളെ വർക്ക് കഴിയണ വരെ എന്ത് ചെയ്യുക, ആ സംഭവത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കട്ട് ചെയ്യുക, ഡിസ്ട്രാക്ഷൻ ഒക്കെ കട്ട് ചെയ്യുക. അതാണ് ഡീപ്പ് വർക്കിന്റെ രണ്ടാമത്തെ പ്രോസസ്സ്. ഡീപ്പ് വർക്കിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറയുന്നത് സെറ്റ് ടൈം ബ്ലോക്ക്. അതായത് എത്ര ടൈമിലേക്ക് വരെ നിങ്ങൾ ടാസ്ക് ചെയ്യണമെന്ന് ആദ്യം നിങ്ങൾ ഒരു ടൈം ലൈൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ടൈം ബ്ലോക്ക് സെറ്റ് ചെയ്യാം. അതായത് അതും ഓരോരോ ടാസ്കിനനുസരിച്ചിരിക്കും. ഇപ്പം നിങ്ങളെ ടാസ്കിനനുസരിച്ച് എത്ര ടൈം വേണമെന്നൊക്കെ ഒരു ഏകദേശം ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ. ഈ സംഭവം പഠിച്ചു തീർക്കാൻ അല്ലെങ്കിൽ ഈ സംഭവം ചെയ്ത് തീർക്കാൻ ഇത്ര ഏകദേശം ടൈം വേണ്ടി വരും. അതിനെന്തായാലും ഏകദേശം ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു എന്ത് ചെയ്യുക, ടൈം സെറ്റ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ടൈം ബ്ലോക്ക് സെറ്റ് ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം, നമ്മളെ ബ്രെയിൻ അപ്പം തന്നെ ഒരു ക്യൂസ് അല്ലെങ്കിൽ ഒരു മനസ്സിലാവും ഇത്ര സമയം വരെ നമുക്കുള്ള അനുവദിച്ചിട്ട് ഈ സമയത്തിനുള്ളിൽ നമ്മൾ ഈ സംഭവം ചെയ്ത് തീർക്കണം. അതായത് നമ്മൾ പ്രോക്കാസിനേഷൻ ചെയ്യാതെ വേഗം ആ സംഭവം ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഡീപ്പ് വർക്കിന്റെ മെയിൻ ആയിട്ട് ഒരു നോർമലായിട്ട് പറയുന്ന ടൈം പറയുന്നത് 3 to 4 hours ആണ്. അതും നിങ്ങളുടെ വർക്കിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും ചെയ്യുക,
കുറക്കും ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ വർക്ക് കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡീപ്പ് വർക്ക് ചെയ്യുമ്പോൾ ടൈം കൂട്ടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ വർക്കാണ് പക്ഷെ ഡീപ്പായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈമും കുറക്കാം. ഡീപ്പ് വർക്കിന്റെ ലാസ്റ്റത്തെ പ്രോസസ്സാണ് ടേക്ക് ബ്രേക്ക്. ഇതിപ്പോൾ അധികം ഞാൻ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഡീപ്പ് വർക്കിന്റെ കുറേ റിസർച്ചും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തപ്പോഴൊന്നും ഇത് അധികം ഞാൻ ആരും പറയുന്നത് കേട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിചാരം ഈ 4-5 മണിക്കൂർ നമ്മൾ ഫുള്ള് ഒരു സംഭവത്തിൽ മാത്രം ഇരുന്ന് വർക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യണവരുണ്ട്, അങ്ങനെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയവരുണ്ട്. പക്ഷേ ഓലൊക്കെ അങ്ങനെ ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ ഓൾക്ക് അങ്ങനെ ചെയ്യാൻ വയ്ക്കണത് ഒരു ഫസ്റ്റ് മുതലേ 1 മണിക്കൂർ ചെയ്ത് 2 മണിക്കൂർ ചെയ്ത് അതിങ്ങനെ അഡാപ്റ്റ് ആക്കി എത്രയോ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കൊണ്ടാണ് ഓൾക്ക് അത്രയും 5-6 മണിക്കൂർ വേറൊരു ചിന്തയിലേക്കോ വേറൊരു ഡിസ്ട്രാക്ഷനിലോട്ടോ ഒന്നും പോകാതെ ഒരു 4-5 മണിക്കൂർ ആ സംഭവത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ വയ്ക്കണത്. ഒരു ബിഗിനറിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രേക്ക് എടുക്കൽ അത്യാവശ്യമാണ്. ഞാൻ ഏത് വർക്ക് ചെയ്യുമ്പോഴും ബ്രേക്ക് എടുക്കലുണ്ട്. ഞാനൊക്കെ ബ്രേക്ക് എടുക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വലിയ ടാസ്ക് ഉണ്ടാവും ഡീപ്പ് വർക്ക് ചെയ്യാതെ. ആ ഒരു വലിയ ടാസ്കിന് ചെറിയ സ്റ്റെപ്പുകളാക്കിയാണ് മാറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്താണ്, വീഡിയോ ഒക്കെ സ്ക്രിപ്റ്റ് ചെയ്തുമ്പോൾ അതിന് ഹുക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ വാല്യൂ ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ CTA ഉണ്ടാവും, സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് ഉണ്ടാവും. ഇങ്ങനെ കുറേ സ്റ്റെപ്പായിട്ടാണ് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തത്. ആ സ്ക്രിപ്റ്റ് ചെയ്തതിന് ഇടയിൽ ഓരോരോ 2-3 ഘട്ടം ഇങ്ങനെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോരോ 3 സ്റ്റെപ്പോ അല്ലെങ്കിൽ 2 സ്റ്റെപ്പൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ എബിലിറ്റി ഇങ്ങനെ കുറയണ മാതിരി നമുക്ക് തോന്നും, നമ്മളെ ഫോക്കസ് ഇങ്ങനെ കുറയണ മാതിരി തോന്നും, ഉറക്കത്തിൽ ഇങ്ങനെ പോകണ മാതിരി നമുക്ക് ചിലപ്പോൾ തോന്നും. അങ്ങനെ തോന്നി കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യും, ടെമ്പററി ആയിട്ട് ഞാൻ എൻ്റെ വർക്ക് ക്ലോസ് ചെയ്താണ്ട് ഞാൻ ജസ്റ്റ് ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് എന്ത് ചെയ്യും, ബ്രേക്ക് എടുക്കും. ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് പറയുന്നത് ഫുൾ ഡിസ്ട്രാക്ഷൻ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാനല്ല, ഫോണിൽ കളിക്കുക അല്ലെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കുക അങ്ങനത്തെ സംഭവങ്ങളല്ല. ജസ്റ്റ് ഒന്ന് നാച്ചുറൽ ആയിട്ട് ഇറങ്ങി ബ്രെയിൻ ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് ആൾക്കാരായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചോ ഫുള്ള് നമ്മൾ ഡിസ്ട്രാക്ഷനിലോട്ട് പോകാതെ നമ്മളെ വർക്കിനെ നമ്മളവിടെ പെർമനന്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടില്ല. നമ്മൾ മൈൻഡിലെ സംഭവം ഉണ്ട്, ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഇനി വർക്ക് കംപ്ലീറ്റ് ആക്കാണ്ട് ജസ്റ്റ് ഒരു റിലാക്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ബ്രേക്ക് എടുക്കാം, നമുക്ക് കോഫി എടുക്കാം, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഒന്നും ഇല്ല, ജസ്റ്റ് എന്തെങ്കിലും ഡൈജസ്റ്റ് ആവുന്ന ടൈപ്പ് ഓഫ് ഫുഡുകൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയും ചെയ്യാം. അതാണ് ലാസ്റ്റത്തെ ഡീപ്പ് വർക്കിന്റെ പ്രോസസ്സ്. ഇപ്പൊ നമ്മൾ ഡീപ്പ് വർക്ക് എന്താന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഡീപ്പ് വർക്കിന്റെ പ്രോസസ്സാണ് പറഞ്ഞു. ആദ്യം നമ്മൾ എന്താണ് ചെയ്യാൻ ടാസ്ക് കണ്ടെത്തുക, പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്യുക, ഒഴിവാക്കുക. മൂന്നാമത് നമ്മൾ പറഞ്ഞു ടൈം ബ്ലോക്ക് സെറ്റ് ചെയ്യുക. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു ബ്രേക്ക് എടുക്കുക. ഇനി ലാസ്റ്റത്തെ ഈ വീഡിയോന്റെ ഫൈനൽ പാർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം ദി ബെനിഫിറ്റ്സ് ഓഫ് ഡീപ്പ് വർക്ക്. നിങ്ങൾ ഡീപ്പ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോണേ, നിങ്ങൾ മാത്രമേ ഡീപ്പ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോണ ബെനിഫിറ്റ്സ് ഞാൻ പറയാം. അതിൽ ഫസ്റ്റ് സംഭവമാണ് നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഞാൻ 2 സംഭവങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു 2 ആൾക്കാർ എക്സാമ്പിൾ പറയാനായിട്ട്, ഒരാൾ 3 മണിക്കൂർ, രണ്ടാളും ചെയ്യുന്നത് ഒരു ടാസ്ക്കാണ്, രണ്ടാൾക്കും ചെയ്യാനുള്ള എന്തോ ഒരു റൈറ്റ് ചെയ്തിട്ടുള്ള രണ്ടാൾക്കും ചെയ്യാനുള്ള ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഒരാൾ 3 മണിക്കൂറിൽ നല്ല ഫോക്കസ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ നമ്മളെ സംഭവമൊക്കെ ഡീപ്പ് വർക്കിന്റെ പ്രോട്ടോകോൾസ് അതിന്റെ പ്രോസസ്സ് സ്റ്റെപ്സ് ഒക്കെ ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ ഒരു സംഭവത്തിന് മാത്രം ഫോക്കസ് ചെയ്ത് അതിൽ മാത്രം ചിന്തിച്ച് ആ സംഭവം ഇങ്ങനെ ചെയ്ത് തീർത്തു. 3 മണിക്കൂർ കൊണ്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കി. അതിൻ്റെ ഇടയിൽ ബ്രേക്ക് ഒക്കെ എടുത്തു. നേരെ മറിച്ച് ഇപ്പോഴത്തെ ഒരു 5-6 മണിക്കൂർ കൊണ്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കിയത്. ബട്ട് ഫുൾ ഡിസ്ട്രാക്ഷനിലായിട്ടായിരുന്നു, ഫുള്ള് ബ്രേക്ക് എടുക്കൽ തന്നെയായിരുന്നു. ഇങ്ങനെ ഫോക്കസ് കാര്യങ്ങളൊന്നുമില്ല, ഡീപ്പ് വർക്ക് ഒന്നുമില്ല. ഇതിൽ ആർക്കും കാര്യം കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക, ഈ കുറഞ്ഞ ടൈം ഉപയോഗിച്ച ആൾക്കാണോ കൂടുതൽ ടൈം ഉപയോഗിച്ച ആൾക്കാണോ? ഉറപ്പായിട്ടും ഈ 3 മണിക്കൂർ ഉപയോഗിച്ച ആൾക്കാർ. ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി അല്ല നമുക്ക് എത്രത്തോളം അളക്കാൻ പറ്റുക, ഇവിടെ എത്രത്തോളം മണിക്കൂർ പണിയെടുത്തു എന്നല്ല, ആ കുറച്ച് മണിക്കൂറായാലും അതിനുള്ളിൽ എത്രത്തോളം നമുക്ക് ഔട്ട്കം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യും ചെയ്യുക, അതിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഡീപ്പ് വർക്ക് ചെയ്ത ആൾക്കാരും അവിടെ ഔട്ട്പുട്ടും കാണാൻ പറ്റുക. അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്. നമുക്കൊരു ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട് വേറെ എല്ലാ ആൾക്കാരെയും കാട്ടി നമുക്ക് കിട്ടും, കാരണം നമ്മൾ അത്രയും ഫോക്കസ്ഡ് ആയിട്ടാണ് സംഭവം ചെയ്യുന്നത്. രണ്ടാമത്തെ ഡീപ്പ് വർക്കിന്റെ ബെനിഫിറ്റ് ആണ് പ്രോക്രാസ്റ്റിനേഷൻ വിൽ ഡിസപ്പിയർ. അതായത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ടൈം സെറ്റ് ചെയ്ത് അവിടെ നമ്മൾ ഡീപ്പ് വർക്കിന്റെ പ്രോസസ്സിൽ പറഞ്ഞ മാതിരി നമ്മൾ ടൈം ബ്ലോക്ക് സെറ്റ് ചെയ്തിരുന്നു, ഇന്ന ടൈമിലേക്ക് വരെ ഇനി സംഭവം ചെയ്യാൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡിൽ ആ സംഭവം ഉണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ത് ചെയ്യും, അവിടെ ഡിസപ്പിയർ ആവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ഡീപ്പ് വർക്ക് ഇങ്ങനെ ചെയ്തിട്ട് 1-1.5 മണിക്കൂറൊക്കെ ആകുമ്പോൾ നമ്മൾ ആ സംഭവത്തിൽ നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ മൊയ്യുകാന്ന് തോന്നും. നമ്മൾ ആ വർക്ക് ചെയ്യുന്ന വർക്കിൽ ഇങ്ങനെ എൻഗേജ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സംഭവം ചെയ്യാനുള്ള സാധ്യത അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നേരെ മറിച്ച് നമ്മൾ ഷാലോ വർക്കാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചത് ചെയ്യും കുറച്ചത് ചെയ്യും, അപ്പോൾ എവിടെ എത്താത്തൊരു പോലെയാണ്. ലാസ്റ്റത്തെ ഡീപ്പ് വർക്കിന്റെ ബെനിഫിറ്റ് ആണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. നിങ്ങൾ ചെയ്യുന്ന ഫീൽഡിൽ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യണ നിങ്ങളെ സംഭവത്തിൽ നിങ്ങളെ ഫീൽഡിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങൾ ഡീപ്പ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡീപ്പ് വർക്ക് ഒന്നും കൂടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മോഡേൺ സൊസൈറ്റിയിൽ ആർക്കും ഇങ്ങനെ 4-3 മണിക്കൂർ ഇരുന്ന് ഈ ഡീപ്പ് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സംഭവത്തിൽ കുറച്ചേരം ഇരുന്ന് പണിയെടുക്കാനോ ആർക്കും വയ്യ. എല്ലാവർക്കും വേണ്ടത് പെട്ടെന്ന് പണിയെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ വർക്ക് ചെയ്യുക, പെട്ടെന്ന് റിസൾട്ട് കിട്ടുക, ഫുൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനാണ്.
എന്നാൽ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അപ്പൊ ഇത്രയും നമ്മൾ ഈ മോഡേൺ വേൾഡിൽ എല്ലാവരും ഇങ്ങനെ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് പിന്നാലെ പോകുന്ന സമയത്ത് നിങ്ങളൊരു ഡീപ്പ് വർക്ക് ചെയ്തിട്ടാണ് നിങ്ങളെ വർക്ക് കംപ്ലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരെ വർക്ക് എന്നൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളൊരു തല പൊന്തിയ മാതിരിക്കാരം, കൂട്ടത്തിൽ നിന്ന് ഒരാൾ തല പൊന്തിയ മാതിരിക്കാരം. നിങ്ങളെ വർക്കിനും നിങ്ങൾ ചെയ്യുന്ന സംഭവത്തിലൊക്കെ കുറച്ചും കൂടി ഔട്ട്കംസ്, കുറച്ചും കൂടി റിസൾട്ടും കാണാൻ പറ്റും. സോ അപ്പോൾ ഫൈനലി ഈ ഡീപ്പ് വർക്ക് എന്ന സംഭവം നമ്മുടെ ലൈഫിൽ നല്ലൊരു സംഭവമാണ്. നമ്മൾ എന്ത് സംഭവം വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. സംഭവം രാവിലെയൊക്കെ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലതേ. കാരണം നമ്മൾ എണീറ്റുള്ള തന്നെ നമ്മുടെ ബ്രെയിനിൽ 1 hour ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എണീറ്റ് 1 hour ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രെയിൻ നല്ല ഫ്രഷ് ആക്കാം. ഞാനൊക്കെ ആ സമയത്താണ് ഏർലി മോർണിംഗിലൊക്കെ ഒരു 6 to 10 അതായത് 6 to 9 ഇതിനിടയിലൊക്കെയാണ് ഈ ഡീപ്പ് വർക്ക് ചെയ്യല്. സോ അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ലൈഫിൽ ചേഞ്ചസ്, ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വരുത്താൻ ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. സീ യു ഇൻ ദി അനദർ വീഡിയോ.